നാവികഷിപ്പിലെ മിസൈൽ ലോഞ്ചർ തകരാറിലായി. പിന്നാലെ ലോകത്തെ തന്നെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയിലെ ഗതാഗതം നിയന്ത്രിച്ച ഡെൻമാർക്ക്. വ്യാഴാഴ്ചയാണ് ഡച്ച് നാവിക കപ്പലിലെ മിസൈൽ ലോഞ്ചർ തകരാറിലായത്. വ്യാഴാഴ്ച സ്ഥിരമായി നടക്കുന്ന പരിശോധനകളുടെ ഭാഗമായാണ് മിസൈൽ ലോഞ്ചർ ആക്ടിവേറ്റ് ചെയ്തത്. എന്നാൽ പിന്നീട് മിസൈൽ ലോഞ്ചർ ഡീആക്ടിവേറ്റ് ചെയ്യാനായില്ല. മിസൈലിന്റെ ബൂസ്റ്ററിനാണ് തകരാർ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഇനിയും ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ടില്ല. ആയുധ വിദഗ്ധർ ലോഞ്ചർ പരിശോധിച്ച് തകരാർ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. കപ്പലിലുണ്ടായിരുന്ന ഹാർപ്പൺ മിസൈൽ ലോഞ്ചറാണ് തകരാറിലായത്. തകരാറിലായ മിസൈൽ ലോഞ്ചർ കാരണം വ്യോമമേഖലയിലും ഡെൻമാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. നാവിക അഭ്യാസങ്ങൾക്കിടെ തൊടുത്ത മിസൈലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെയാണ് തകരാർ ശ്രദ്ധിക്കുന്നത്. ഗ്രേറ്റ് ബെൽറ്റ് കടലിടുക്കിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മിസൈലിന്റെ ഭാഗങ്ങൾ വീഴാൻ സാധ്യതയെന്ന മുന്നറിയിപ്പുകളുണ്ട്. മിസൈൽ പതിക്കാൻ സാധ്യതയുള്ള ഭാഗത്തുള്ള കപ്പലുകളെ വിവരം അറിയിച്ചതായും മറ്റ് അറിയിപ്പുകൾ ലഭിക്കുന്നതുവരെ കാത്തിരിക്കാനുമാണ് ഡച്ച് സേന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചെങ്കടൽ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധിയും വ്യാപാരത്തിലും ചരക്ക് കടത്തിലുള്ള പ്രശ്നങ്ങളും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവലോകനം ചെയ്തേക്കും. വിഷയത്തിൽ വാണിജ്യ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂതി വിമതർ ചെങ്കടൽ മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആവർത്തിച്ച് ആക്രമണം നടത്തുകയാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കപ്പലുകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. ഇതുമൂലം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയുള്ള ഗതാഗത സമയം ഏകദേശം 20 ദിവസത്തോളം വർദ്ധിച്ചതിനാൽ ചരക്ക് കടത്ത് ചെലവും വർദ്ധിച്ചു. ഗതാഗത ചെലവ് വർദ്ധിച്ചതോടെ ഇൻഷുറൻസ് പ്രീമിയവും വർദ്ധിച്ചിട്ടുണ്ട്. കണ്ടെയ്നറുകൾ കയറ്റി അയക്കുന്നതിന്റെ 30%, ആഗോള വ്യാപാരത്തിന്റെ 12% ചെങ്കടൽ വഴിയാണ്. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വാണിജ്യ വ്യാപാരത്തിന്റെ 80% സൂയസ് കനാൽ വഴിയാണ് നടക്കുന്നത്. കപ്പലുകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നുണ്ട് എങ്കിലും ഇതുവരെ ചരക്ക് കടത്ത് തടസ്സപ്പെട്ടിട്ടില്ല. ഡിസംബറിലെ വ്യാപാര കണക്കുകളിൽ ആഘാതം ദൃശ്യമല്ലെന്നും എന്നാൽ കയറ്റുമതിയിലും ഇറക്കുമതിയിലുമുള്ള ചെങ്കടൽ പ്രതിസന്ധിയുടെ സ്വാധീനം സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ക്രിസ്റ്റലിന്റെ കണക്കുകൾ അനുസരിച്ച് ചെങ്കടൽ പ്രതിസന്ധി വിവിധ മേഖലകളിൽ വ്യത്യസ്ത തരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തുന്നുണ്ട്. പഴകുന്ന വസ്തുക്കളായതിനാൽ കാർഷികോൽപ്പന്നങ്ങളും സമുദ്രോൽപ്പന്നങ്ങളും കയറ്റയക്കുന്നവർക്ക് ചെങ്കടൽ പ്രതിസന്ധി കാര്യമായ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. ചെങ്കടലിലെ സുരക്ഷാ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനാൽ ഷിപ്പിംഗ് സ്ഥാപനങ്ങളുടെ ആവശ്യം പരിഗണിക്കാൻ പൊതുമേഖലാ ബാങ്കുകളോടും ഇൻഷുറൻസ് കമ്പനികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കടലിൽ ചരക്കുകളുമായി പോകുന്ന കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടന്നിരുന്നു. ഹമാസിനെ പിന്തുണയ്ക്കുന്നതിനായി ഹൂതി വിമതർ ഈജിപ്തിലെ സൂയസ് കനാൽ വഴി യമനിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ലക്ഷ്യമിടുകയായിരുന്നു. ഹൂതി വിമതർ തുടർന്നു വന്ന ഈ അതിക്രമങ്ങൾക്ക് മറുപടിയായി അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ യമനിലെ ഹൂതി വിമതരുടെ നിരവധി താവളങ്ങൾ തകർത്തിരുന്നു. അതിനു പിന്നാലെ കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്ന ഭീഷണിയുമായി ഹൂതികൾ രംഗത്തു വരികയായിരുന്നു. നിലവിലെ ഈ സംഭവം ചെങ്കടലിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആക്രമണ ഭീതി കണക്കിലെടുത്ത് കമ്പനികൾ കയറ്റുമതി നിർത്തുകയാണെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ചെങ്കടലിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കപ്പലുകൾക്ക് അമേരിക്ക മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ ആക്രമണം ഇന്ത്യയെ നേരിട്ട് ബാധിച്ചിട്ടില്ല എങ്കിലും ആഗോള പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ കയറ്റുമതി ഇറക്കുമതി ബിസിനസിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.